എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മാംഗോ സംഭാറാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതും നിങ്ങളിതുവരെ കുടിച്ചിട്ടില്ലാത്ത രീതിയിൽ നല്ല സൂപ്പർ സംഭാറാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല പുളിയുള്ള മാങ്ങയല്ലേ, ഭയങ്കര പുളിയാണെന്നൊന്നും ധരിക്കണ്ട കേട്ടോ. എല്ലാം നമുക്ക് മാറ്റി മറിക്കാം ഈ സംഭാരം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വെറൈറ്റി സംഭാറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ഇടത്തരം 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പം മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയും കൂടി എടുക്കണം. അപ്പം മാങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ സംഭാരത്തിന് മോരൊക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർക്കാറില്ല, പക്ഷേ ഇവിടെ മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ആ പുളിയൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയൊരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയും കൂടി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചും എടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട്. ഈ വലിപ്പത്തിലുള്ള 2 മാങ്ങ കൊണ്ട് നമ്മളിതുപോലെ സംഭാരം തയ്യാറാക്കിയാൽ ഒരു 4-5 പേർക്ക് കുടിക്കാം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ മിക്സിയിലായതുകൊണ്ട് കുറച്ചേ നമ്മൾ വെള്ളം ഒഴിച്ചടിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കിയിട്ട് അങ്ങനെയും കുടിക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നല്ല എരിവുള്ള മുളകും ഇട്ട് കൊടുക്കരുത്. കാന്താരിമുളക് കിട്ടുകയാണെങ്കിൽ ഒരു കാന്താരിമുളക് മാത്രം ഇട്ട് കൊടുക്കുക. പച്ചമുളകാണെങ്കിൽ അധികം എരിവില്ലാത്ത ഒരു മുളകും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുതിനയിലയോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കും അല്ലേ. ഞാൻ വെള്ളം കുടിക്കുന്ന സമയത്ത് വെറുതെ നമ്മളിങ്ങനെ ഓരോ ഇത് തന്നെ കുടിക്കാതെ ഇതുപോലുള്ള ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലുള്ള പച്ച മാങ്ങകളൊക്കെ ഉണ്ടാക്കി ഈ ദഹനത്തിനും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ സംഭാരം ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ സംഭാരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.